ചേമ്പ് ചെറുതായിട്ട് അരിഞ്ഞത് വെള്ളത്തിലിട്ടിട്ട് 2-3 പ്രാവശ്യം കഴുകുക. എന്നിട്ട് അരിപ്പയിലിട്ടിട്ടെ കറൊക്കെ അങ്ങനെ ഇളകണം. വെള്ളം തെളിഞ്ഞ വെള്ളമാണ്. അതായത് വാഴക്കൊമ്പ് വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബീട്രൂട്ടാണ്. ഇവിടെ 200 ഗ്രാമൊക്കെ ഉണ്ടാവും. പിന്നെ തേങ്ങാകൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, പാല്, പഞ്ചസാര. ഒരു 2 സ്പൂൺ സാവാനരി വെള്ളത്തിലിട്ടാണ്. അത് കുതിർന്നിട്ട് വേവിച്ചിട്ട് അത് വെക്കണം. നെയ്യ് കഴിക്കണം. തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, റോസ്റ്റേക്ക് കോരിയെടുക്കാം. ഈ നെയ്യിലെന്നെ വാങ്ങി ആവശ്യത്തിന് പഞ്ചസാര എടുക്കും. നാല് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇപ്പൊ 4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പാലൊഴിക്ക് 1 ലിറ്റർ പാലാണ്. പാലിൽ കടന്നിട്ട് കുറച്ച് സമയം വേണം. നമ്മൾ സാവാനരി വേവിച്ചില്ലേ, വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് വേവിക്കാം. എന്നിട്ട് അത് ഇതിലേക്കിട്ട് ഒരു കുറുകല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് നേരത്തെ വറുത്ത് വെച്ചില്ല. അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങ അങ്ങോട്ട് ഇരിക്കണം. പായസം റെഡി ആക്കണം കേട്ടോ. സാവാനരിയൊക്കെ ഇട്ടപ്പോ നല്ല കുറുകലൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ.